അപ്പൊ ഇതിന് വല്ല വർക്ക് ഏരിയയിൽ കൊണ്ടുവരേണ്ടി വരും ഈ ടി വി യൂണിറ്റ്. എങ്ങനെ ഒരു ടി വി യൂണിറ്റ് ചെയ്യരുത് എന്നുള്ളതിനുള്ള ഒരു എക്സാക്ട് എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അവർക്കൊരു ടി വി യൂണിറ്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പൊ ഏറ്റവും തന്നെ ഒരു പ്രൈസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് നടത്തിയത്. എത്ര രൂപ വരും, എത്ര ഇതിന് ചാർജ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി റെഫറൻസ് ഇമേജ് അയക്കാൻ പറഞ്ഞു. അപ്പൊ റെഫറൻസ് ഇമേജ് അയച്ചപ്പോൾ ഞാൻ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞു. ഓക്കെ, ഇത്രയും പ്രൈസിങ് വരും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ക്ലയന്റ് കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുന്നത്. ഓൾറെഡി ക്ലയന്റ് ഒരു ടി വി യൂണിറ്റ് ഇപ്പൊ അവരുടെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ക്ലയന്റിന് ഇഷ്ടമായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഒരു കാർപ്പൻറ്ററിനോ ഏതൊരു വർക്കറിനെയോ വിളിച്ചിട്ടാണ് ഈ ടി വി യൂണിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഒരു നല്ലൊരു റെഫറൻസ് ഇമേജും കൊടുത്തു. ഇതാണ് ആ റെഫറൻസ് ഇമേജ്. ഇതേപോലെ ചെയ്യാനാണ് ക്ലയന്റ് കാർപ്പൻറ്ററിന്റെ അടുത്തോ അതോ ഈ വർക്കറുടെ അടുത്തോ പറഞ്ഞത്. അതും ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ വേണം ചെയ്യാനെന്ന് പറഞ്ഞു. ഇത് ചെയ്തു കൊടുത്ത കാർപ്പൻറ്ററുടെ ഡിസൈനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് കാർപ്പൻറ്റർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ടി വി യൂണിറ്റ്. അപ്പൊ ക്ലയന്റ് ആഗ്രഹിച്ചത് ആനയാണെന്നുണ്ടെങ്കിൽ ആ വർക്കർ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒരു ആടാണ്. കാരണം വർക്കറിന് കുറ്റം വേണ്ടില്ല. ഏറ്റവും മിനിമം ആയിട്ടുള്ള ബഡ്ജറ്റിൽ ആൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ക്ലയന്റിന് ഒരു കാരണവശാലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു. ഇനി ഫർണിച്ചർ കൊണ്ടുവന്ന് ഇടുക എന്നുള്ള ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ വീടിന്റെ കൂതാശയ്ക്ക് മുമ്പ് ടി വി യൂണിറ്റ് വന്ന് കയറുന്ന ഒന്ന് ഭംഗിയാക്കണം എന്നാണ് ക്ലയന്റിന്റെ ആഗ്രഹം. അപ്പൊ വന്ന് കയറുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം കാണുന്നത് ഈ ടി വി യൂണിറ്റ് ആണ്. ഏത് ടി വി യൂണിറ്റ്? ഇപ്പൊ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഈ ടി വി യൂണിറ്റ്. അപ്പൊ ക്ലയന്റിനെ ഒരു കാരണവശാലും അത് ഇനി അവിടെ നിർത്താനായിട്ട് താല്പര്യമില്ല. അപ്പൊ ഇതിന് വല്ല വർക്ക് ഏരിയയിൽ കൊണ്ടുവരേണ്ടി വരും ഈ ടി വി യൂണിറ്റ്. അപ്പൊ ഈ ഒരു ഏരിയക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ടി വി യൂണിറ്റ് വേണമെന്നാണ് ഇപ്പൊ ക്ലയന്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ദിവസം പോയി അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവെടുത്ത് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. ഇപ്പൊ ഓൾറെഡി അവിടെ ഉള്ള ടി വി യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നടക്കുമ്പോ ഒക്കെ കാല് തട്ടാണ്. കാരണം വോളിൽ നിന്ന് അതിന്റെ ക്യാബിനറ്റിന്റെ പ്രൊജക്ഷൻ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇവർക്ക് നടക്കുമ്പോ ഒക്കെ അതിന്റെ മുകളിൽ കാല് തട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറ്റിയത്? കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡ്രോയിങ്ങോ ഡിസൈനോ പ്ലാനിങ്ങോ അത് ചെയ്യുമ്പോൾ ആ വർക്കർ ചെയ്തിട്ടില്ല. കാരണം വർക്കറിന്റെ ഇതിന്റെ എന്താ ഏറ്റവും മിനിമം ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്ത് പണിയെടുത്ത് അവിടേക്ക് പോകണം. ഇതാണ് വർക്കറിന്റെ ഇതിൽ. പക്ഷെ നമ്മൾ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും എന്താ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങോട് അല്ലെങ്കിൽ ഒരു ഡിസൈനോടും കൂടിയിട്ടാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതായിരുന്നു ക്ലയന്റിന് ഏറ്റവും ആദ്യം വേണ്ടത്. പക്ഷെ അവിടെ ഒരു ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പൈസ കുറവിന് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രയൽ നടത്തിയപ്പോൾ ഇപ്പൊ അതിനെ കൊടുത്തിട്ടുള്ള ഒരു 10,000 20,000 ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5,000 രൂപ ആയിക്കോട്ടെ, അത് ക്ലയന്റിന് നഷ്ടമാണ്. ഇനിയിപ്പോ പുതിയതായിട്ടൊരു ഡിസൈനും അതിന്റെ മുകളിലുള്ള മെറ്റീരിയലിന്റെയും ലേബറിന്റെ പൈസന്റെയും കൂടുതൽ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു വട്ടം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങോടും ഡിസൈനോടും